ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ പോസിറ്റീവായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം വീഡിയോയെ കാര്യമായി തന്നെ എടുക്കുക, അതല്ലെങ്കിൽ വിട്ടുകളയുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ചിത്രത്തിന് പിന്നിൽ നിങ്ങളുടേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്. ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രത്തിൻ്റെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏതു കാര്യം ഏറ്റെടുത്താലും വളരെ കൃത്യതയോടെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. വിശ്വസിച്ച് ഏത് കാര്യവും നിങ്ങളെ ഏൽപ്പിക്കാവുന്നതാണ്. എത്ര ചെറിയ കാര്യമായാൽ പോലും അത് വളരെ ശ്രദ്ധയോടെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾ. അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ ചെന്നാലും എല്ലാവരുടെയും അറ്റൻഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വളരെയധികം സംസാരപ്രിയരാണ് നിങ്ങൾ. സരസമായി സംസാരിക്കാൻ കഴിവുള്ളവർ കൂടിയാണ്. എത്ര പ്രതിസന്ധികളിലാണെങ്കിലും തന്നെ സമീപിക്കുന്നവർക്ക് വളരെയധികം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനായി സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ വിഷമങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അറിയുക വളരെ വൈകിയായിരിക്കും. ഇതിനാൽ പലപ്പോഴും മറ്റുള്ളവർക്കിടയിൽ ഒരുപക്ഷെ നിങ്ങൾ ക്രൂശിക്കപ്പെടാറുണ്ട്. ഒരു വിഷമവും നിങ്ങളെ അലട്ടുന്നില്ല, വളരെയധികം സുഖത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കേൾക്കേണ്ടി വരാറുണ്ട്. സുഖമായാലും ദുഃഖമായാലും എല്ലാം ഒരേ രീതിയിൽ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ഉയർച്ചയിൽ അഹങ്കരിക്കുന്നവരല്ല നിങ്ങൾ. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുവാൻ നിങ്ങൾക്ക് ഒരേപോലെ കാണുവാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. സഹായ സഹകരണങ്ങൾ തന്നാലാവുന്ന വിധം ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഇത് പല വിധത്തിലുള്ള പ്രയാസങ്ങളിലേക്കും നിങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ആശ്വാസം കൊടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിയാറുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്നു പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാവരോടും വളരെ സൗമ്യതയോടെയും സ്നേഹത്തോടെയും പക്വതയോടെയും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചില സമയങ്ങളിൽ നിങ്ങളെ തേടിയെത്താറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളിൽ ചെറിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. മനസ്സ് നല്ല രീതിയിൽ വിഷമിക്കുന്നൊരവസ്ഥയും നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും ഇതിനെയെല്ലാം വളരെ നല്ല രീതിയിൽ മറികടക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ എത്രത്തോളം സന്തോഷം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാലും അതിൻ്റെ ഇരട്ടിയായി നിങ്ങളെ താഴേക്ക് വീഴ്ത്തുകയാണ് ചെയ്യാറുള്ളത്. ജീവിത ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ. ഭാഗ്യക്കുറവ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ അവയെപ്പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഇന്നും നിങ്ങൾ ജീവിക്കുന്നത് പോലും ഭഗവാന്റെ ഒരു കടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒറ്റപ്പെടൽ നിങ്ങളെ വല്ലാതെ മാനസിക പ്രയാസത്തിലേക്കും നയിക്കാറുണ്ട്. ചിലവർക്ക് എന്തു തന്നെ ചെയ്തു കൊടുത്താലും അവസാനം കുറ്റപ്പെടുത്തലും അവഗണനയും മാത്രമായിരിക്കും ഫലം. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും വിശ്വസിച്ചവരും നിങ്ങളിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഈ കാലയളവിലൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നിരുന്നാലും ഇനി അങ്ങോട്ട് ഇതിനെല്ലാം ചെറിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ പ്രകടമായി തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജീവിത ലക്ഷ്യത്തിൻ്റെ വക്കിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളും ഇനി വിദൂരമല്ല. നിങ്ങളുടെ ഈശ്വരനെ മുറുകെ പിടിക്കുക, വിശ്വാസം കൈവിടാതെ ഇരിക്കുക. അനുകൂല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം മനസ്സ് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. നിസാരമായ പ്രശ്നങ്ങൾക്ക് പോലും സഹനം തീരെയില്ലാത്തൊരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പോലും വളരെയധികം വിഷമിക്കുന്നവരാണ് നിങ്ങൾ. സ്നേഹസമ്പന്നർ കൂടിയാണ്. കരുണയും ദയയും തൻ്റെ സഹജീവികളോട് വളരെയധികം ഉള്ളവരാണ് നിങ്ങൾ. ഈശ്വരവിശ്വാസം വേണ്ടത്ര ഉള്ളവരാണ്. കൂടാതെ കുട്ടികളോട് വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്നവരുമാണ് നിങ്ങൾ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എത്ര വലിയ ത്യാഗം സഹിക്കുവാനും യാതൊരു മടിയും നിങ്ങൾക്കില്ല. ഇത് പലപ്പോഴും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വിഷമകരമായ മറ്റൊരു അവസ്ഥ. സന്താന സൗഭാഗ്യമൊക്കെ ഉള്ളവരാണ് നിങ്ങൾ. സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും എന്നാൽ ചെറിയ ചെറിയ രീതിയിലുള്ള ദോഷഫലങ്ങളും നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. കലാകായിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം ശോഭിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾ ത്യജിച്ചവർ കൂടിയാണ് നിങ്ങൾ. വാഹനം വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അതൊന്നും നടന്നു കിട്ടാറില്ല എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും വേണ്ടുവോളം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. മനസ്സിലെ സ്നേഹം പ്രകടമാക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. തെറ്റായാലും ശരിയായാലും, പറയുന്ന കാര്യങ്ങളാണെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വെട്ടിത്തുറന്നു പറയാനുള്ള ധൈര്യമുള്ളവർ കൂടിയാണ്. എങ്കിലും പറഞ്ഞതിന് ശേഷം ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധം ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ദൃഢമായൊരു നിശ്ചയം ഏറ്റെടുക്കാൻ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പറ്റില്ല എന്ന് പറയാൻ പലപ്പോഴും നിങ്ങൾ മടിക്കാറുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സങ്കടം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്നവർ ഏറെ സന്തോഷകരമായ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എന്ന് അവർക്ക് തോന്നിയേക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. ഈശ്വര കൃപ കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട്. പ്രതീക്ഷ കൈവിടാതെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുക. നിങ്ങളുടേതായ ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്താൻ ഇനി അധിക ദിവസങ്ങളൊന്നും ബാക്കിയില്ല. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാന്റെ കൃപ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.